ഓക്കെ, ഈ വീഡിയോയ്ക്ക് വളരെ അത്യാവശ്യമായൊരു സാധനം നോക്കിയതാണ് കേട്ടോ. കട്ടർ, തെർമോക്കോൾ കട്ടർ. അപ്പോൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങി പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓൺലൈനായിട്ട് മേടിച്ച് കുറച്ച് പ്രോഡക്റ്റ്സ് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഒരു ബോട്ടിലാണെന്ന് തോന്നുന്നു. നോക്കാം. യെസ്, ഇതൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ മേടിച്ചത് എനിക്കല്ല, ഇത് ഐൽജേണിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഐൽജേടൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റെഗുലറായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പം ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന ബോട്ടിലാണ് ആദ്യം കൊടുത്തത്. എത്ര നാൾ പോകുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ആൾ റെഗുലറായിട്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കാം എന്ന്. അപ്പോൾ ബ്ലാക്കല്ലേ, പൊതുവേ ആണുങ്ങൾക്ക് എപ്പോഴും ബ്ലാക്കിനോടാണ് കുറച്ചധികം ക്രേസ് കൂടുതൽ. അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ബോട്ടിൽ മേടിച്ചു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. 1 ലിറ്ററിൻ്റെതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനകത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു ഗൈസ്, അതെന്താണെന്ന് നോക്കട്ടെ. ഇത് മറ്റേ പാറ്റൊന്നും വരാതിരിക്കാനുള്ള സാധനം. ഓക്കെ, അത് നമുക്ക് മാറ്റണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഓഫേഴ്സ് കിടപ്പുണ്ടായിരുന്നു. ഇതിൽ ആക്ച്വലി റേറ്റ് എഴുതിയിട്ടില്ല, ഓഫർ ഉണ്ടായിരുന്നു. ഇത് 200 സംതിങ്ങോ അങ്ങനെ ഉണ്ടായിരുന്നു റേറ്റ്. സോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കീറി മുറിച്ച് അതെന്താണെന്ന് നോക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഇലക്ട്രിക് ലൈറ്ററാണ് കേട്ടോ. നമുക്ക് ലൈക്ക് എല്ലാ സംഭവങ്ങളും ഇപ്പം തീപ്പെട്ടി, ലൈറ്റർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും അവൈലബിൾ അല്ലെങ്കിലും നമുക്ക് ഇപ്പോൾ തീപ്പെട്ടി ആയാലും നമ്മൾ മേടിച്ച് ആ തീരുമ്പോഴത്തേക്കും നമുക്ക് വേറെ യൂസ് ഇല്ലല്ലോ. പക്ഷേ ഇത് നമുക്ക് ചാർജബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഞാനിതൊന്ന് യൂസ് ചെയ്യുന്നതൊന്ന് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. കത്തോ ഇല്ലെന്ന് അറിയണമല്ലോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് വന്നിരിക്കുന്നത്. പ്ലീസ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് ചാർജ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇതിൽ ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ ഒരു വലിയ പാക്ക് തന്നെ പൊട്ടിച്ച് നോക്കാം അല്ലേ. ഓക്കെ, അടുത്തത് ഞാൻ ആലോചിക്കുമായിരുന്നു ഇതെന്താ ഞാൻ മേടിച്ചത്. ഇത് ഇത്രയും ഉണ്ടായിരുന്നല്ലേ. ഇത് ആക്ച്വലി ഐൽജൻ്റെയും എൻ്റെയൊക്കെ ഡ്രസ്സ്. ആക്ച്വലി നമുക്ക് ഇവിടെ റൂം അത്യാവശ്യം കൺജസ്റ്റഡാണ്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവന് ജിമ്മിൽ പോകുന്ന ക്ലോത്ത്സും പ്രോഗ്രാമിനിടുന്നതും ഒക്കെ ഇങ്ങനെ ഭയങ്കര ക്ലെംസി ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു സംഭവം കണ്ടു. ഇതെന്താ സംഭവം? ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്നതാണോ? ഇതെനിക്ക് മനസ്സിലായില്ല അതെന്താണ്. ഓക്കെ, ഇതെന്താ? ഇതിപ്പോൾ എങ്ങനെ വെക്കും?
ഇതിങ്ങനെ മൂടി വെക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിങ്ങനെ മൂടി വെക്കും തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല, എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ടീഷർട്ട്സ്, ജീൻസ്, പാൻസ്, ജിംവേഴ്സ്, അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുക്കി വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ 1 by 1 എടുക്കുമ്പോൾ എല്ലാം കൂടെ വന്ന് വീണ് അത് പിന്നെ അലങ്കോല, അത് പിന്നെ വൃത്തിയാക്കി. സോ എന്തിനാ അങ്ങനെ ചുമ്മാ എനർജി കളയുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു സംഭവമാണിത്. ഇതാകുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്ത് അങ്ങ് അലമാരയിൽ തന്നെ അറേഞ്ച് ചെയ്ത് അങ്ങ് വെക്കാം. അപ്പോൾ സ്പേസും യൂട്ടിലൈസ്ഡ് ആവും, നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടുകയും ചെയ്യും. എല്ലാം ആ ഒരു അറേഞ്ച്മെൻറ്റിൽ തന്നെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഒരെണ്ണമായിരിക്കും എന്ന്. ഇതും ആക്ച്വലി എനിക്ക് നല്ലൊരു ഓഫറിനാണ് കേട്ടോ കിട്ടിയത്. ഇതപ്പോൾ ഒരെണ്ണമല്ല, അപ്പം അതേപോലെ എനിക്ക് 4 പീസസ് ഉണ്ട് കേട്ടോ. ഈ സെയിം മാതിരി 4 പീസുണ്ട്. പക്ഷെ 4 പീസ് എനിക്ക് തോന്നുന്നു ഭയങ്കര കുറച്ച് റേറ്റ് ആയിട്ടുള്ളൂ. ആ റേറ്റിനാണിത് കിട്ടിയതെങ്കിൽ ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇതിങ്ങനെ തന്നെയായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇത് അങ്ങ് അടഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 1 by 1 നമുക്ക് ഓരോന്ന് വെക്കുകയും ചെയ്യാം. സോ ഇതായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത പർച്ചേസ്. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും എന്ന് ഫീൽ ചെയ്യുന്നു. ഓക്കെ, പണ്ടത്തെ പോലെ എനർജി ഇല്ല ഗൈസ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം, തളർന്നു പോവും പെട്ടെന്ന്. സോ അടുത്തത് ഇതാ നൈക്കിയിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുക്കും. ആക്ച്വലി എൻ്റെ തെർമോക്കോൾ കട്ടർ ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ഇതിൻ്റെ ഈ ഒരു സംഭവമില്ല, ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് ഊരിത്തെറിച്ചു അങ്ങോട്ടോ. പക്ഷേ എനിക്ക് കുനിയാൻ വലുത് കട്ടിലിൻ്റെ അടിയിലാണ് അങ്ങോട്ടോ പോയത്. എനിക്ക് ഒരുപാട് കുനിയാൻ പറ്റാത്തതുകൊണ്ട് അത് നോക്കിയെടുക്കാൻ പറ്റിയില്ല. ഓക്കേ, ലെറ്റ്സ് സീ എന്തൊക്കെയാണ്. 1 2 3 അത് വേണ്ട നമുക്ക് ബില്ല്. സോ ഇവിടെ തുടങ്ങാം അല്ലേ, ചെറുതിൽ നമുക്ക് തുടങ്ങാം. സോ ഇത് എം കഫേയുടെ കോഫി ബോഡി സ്ക്രബ്ബറാണ് കേട്ടോ. ബോഡിയിൽ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ബോഡി സ്ക്രബ്ബറാണ് എം കഫേയുടെ. നമുക്ക് ഫുൾ പൊട്ടിക്കാം അല്ലേ. ഇതാണ് കേട്ടോ കോഫി സ്ക്രബ്ബർ. നല്ലൊരു സ്പൂണ് കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് കോഫി സ്ക്രബ്ബർ, കണ്ടോ. ഇത് ആക്ച്വലി നല്ല ഫ്രാഗ്രൻസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന്. അതേപോലെ സ്ക്രബ്ബറും ഞാൻ നേരത്തെ യൂസ് ചെയ്തത് സ്ട്രോബെറി ബട്ടർ അതിൻ്റെതായിരുന്നു. അപ്പം ഞാൻ കോഫിയുടേത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം. അടുത്തത് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ആക്ച്വലി തീർന്നു പോയതുകൊണ്ട് ഞാൻ റീഫിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത് വന്നിട്ട് നമ്മൾ വൺസ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഇതിൻ്റെ സ്മെല്ലുമായിട്ട് നമ്മൾ ഭയങ്കര അഡിക്റ്റഡായി പോവും. എനിക്കിതിൻ്റെ ഫ്രാഗ്രൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊരു ഓയിലാണ് ആക്ച്വലി. നമുക്കിപ്പം നമ്മളൊരു സ്ലോ ഭയങ്കര പീസ്ഫുൾ ബാത്ത് എടുക്കാനുള്ള സമയമുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഓയിൽ നല്ലതുപോലെ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 5 minutes ഒക്കെ ഇട്ടിരുന്നിട്ട് പിന്നെ നമുക്ക് ബോഡി വാഷ് ചെയ്ത് കളയും, സ്ക്രബ്ബർ യൂസ് ചെയ്യുക ഒക്കെ ചെയ്യാം. അല്ല ഇപ്പം നമുക്ക് ബാത്ത് ചെയ്യാൻ സമയമില്ല അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തെവിടെയെങ്കിലും വേണം, പക്ഷെ നമുക്ക് ആ സ്മെല്ല് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ആ സ്മെല്ല് കുറേ നേരം നിൽക്കും. സോ ഇതാണ് കേട്ടോ ആ ഒരു ഓയിൽ. ഇതും കോഫിയുടെ അതേ ഫ്രാഗ്രൻസിൽ വരുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി എൻ്റെതൊന്ന് തീർന്നപ്പോൾ ഞാൻ അടുത്തത് റീഫിൽ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. സോ ഇതാണ് നെക്സ്റ്റ് വൺ. സോറി, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിപ്പോയി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടിട്ട് മേടിച്ചൊരു പ്രോഡക്റ്റാണ്. എം കഫേയുടെ തന്നെ. ഞാനിപ്പോൾ എം കഫേൻ്റെ വലിയൊരു
ഫാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റ്സ്. സോ അവരുടെ ഒരു പുതിയ ലോഞ്ചാണ് കേട്ടോ ഇത്. സ്വീറ്റ് എസ്കേപ്പ് പെർഫ്യൂം ബോഡി ലോഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ലൈക്ക് നമ്മൾ ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെർഫ്യൂം അപ്ലൈ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സോ അത് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. ലക്ഷറിയസ് ഫ്രൂട്ടി ഫ്ലോറൽ ഫ്രാഗ്രൻസ്, ഡീപ്പ് മോയ്സ്ചറൈസിങ്, ഈവൻ ടോൺഡ്. ഇത് ആക്ച്വലി കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ, കഫൈൻ കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ആൻഡ് എനിക്ക് ഇതിൻ്റെ ഈ ഒരു പാക്കേജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ് വൺ. ഈ ഒരു കളറും ഈ ഒരു പാക്കേജിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ആക്ച്വലി ഇത് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടേക്കാം. ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ളൊരു റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടേക്കാം. കാരണം ഇത് അവരുടെ ന്യൂ ലോഞ്ചാണ്. അയ്യോ, പൊട്ടിച്ചപ്പോൾ തന്നെ സൂപ്പർ സ്മെൽ. ഓൾ സ്കിൻ ടൈപ്സിന് പറ്റിയതാണ്. സോ ഇതെങ്ങനെയാണെന്നുള്ള സംഭവം ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. സോ ഇത് വന്നിട്ട് ബി ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബ്രാൻഡുണ്ട്. അവരുടെ ഷാംപൂ ആണ്, ഹെയർ ഫോൾ കൺട്രോളിങ് ഷാംപൂ. ഇറ്റ് റെഡ്യൂസ് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും. പിയാപുർട്ടിൻ ആൻഡ് കഫൈൻ ആണ്. സോ ഞാൻ ഭയങ്കര കഫൈൻ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് കോഫിയിലുള്ള ബാക്കി പ്രോഡക്റ്റ്സും. അതിൻ്റെ ഒരു കണ്ടീഷണറും കൂടെ ഉണ്ട് കേട്ടോ. സോ ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. തുറന്നിരുന്നു. ഓക്കെ, ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഇപ്പം ബി ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ബ്രാൻഡിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ഞാൻ ലാസ്റ്റ് മേടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയായിരുന്നു കേട്ടോ എൻ്റെ പർച്ചേസ്. ഈ പർച്ചേസിൽ ഞാൻ നമ്മുടെ ലൈറ്ററിൻ്റെയും എം കഫൈൻ്റെയും പിന്നെ വേണമെങ്കിൽ ബി ബ്ലെൻഡിൻ്റെ ഒക്കെ ഒരു റിവ്യൂ, യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു റിവ്യൂ ഞാൻ ഇട്ടിരിക്കാം. അപ്പം ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് മേടിച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം എന്ന് തോന്നി. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ആൻഡ് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയാലോ എന്ന് കരുതി. എല്ലാം കഴിഞ്ഞെങ്കിൽ ഇതെല്ലാം ഞാൻ അടുക്കി പറക്കണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ എനിക്ക് ക്ഷീണം തോന്നുന്നു. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ്സ് പറയുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.